ഇന്ന് വിശ്വ സംസ്കൃത ദിനം. 5.5 പതിറ്റാണ്ടോളമായി ലോകമെമ്പാടുമുള്ള സംസ്കൃത പ്രേമികൾ ശ്രാവണ പൂർണിമ ദിനം സംസ്കൃത ദിനമായി ആചരിക്കുന്നു. ലോകഭാഷയെന്നും ഭാഷകളുടെ മാതാവെന്നും അറിയപ്പെടുന്ന സംസ്കൃതത്തിന്റെ പ്രചാരണം ലക്ഷ്യമാക്കിയാണ് സംസ്കൃതത്തിനായി ഒരു ദിവസം തെരഞ്ഞെടുത്തത്. ഭാരത സംസ്കാരത്തിന്റെ ആധാരശിലകളായ വേദ ഇതിഹാസങ്ങൾ രചിച്ചത് ദേവവാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്കൃത ഭാഷയിലാണ്. ഭാരതത്തിന്റെ വിജ്ഞാന പാരമ്പര്യത്തിന്റെ ബഹുസ്വരതയും സംസ്കൃതിയും മാനവികതയ്ക്ക് പകർന്നു നൽകിയതും ഈ ദേവവാണി തന്നെ. ജ്ഞാനവിജ്ഞാനങ്ങളുടെ സമസ്ത മേഖലകളുടെയും ഉറവിടം സംസ്കൃത ഭാഷയിലുള്ള വൈദിക ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇവയിൽ രാജനീതി, പ്രപഞ്ചശാസ്ത്രം, നരവംശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ആയുർവേദം, ജ്യോതിഷം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. 1969 മുതലാണ് ഭാരതം സംസ്കൃത ദിനം ആചരിച്ചു തുടങ്ങിയത്. വാജ്പേയി സർക്കാർ 2000-2001 വർഷത്തെ സംസ്കൃത വർഷമായി ആചരിച്ചു. ആ വർഷം മുതൽ സംസ്കൃത ദിനം സംസ്കൃത വാരാചരണമായി മാറി. സംസ്കൃത ദിനത്തിന് മുൻപും പിൻപുമുള്ള 3 ദിവസങ്ങൾ ചേർത്താണ് വാരാചരണം നടക്കുക. പിറവി കൊണ്ട നാൾ മുതൽ ദേശീയതയ്ക്കും സംസ്കാരത്തിനും ഏറെ പ്രാമുഖ്യം നൽകുന്ന ജനം TV സംസ്കൃതത്തിൽ വാർത്ത അവതരിപ്പിക്കുന്ന മലയാളത്തിലെ ഏക സ്വകാര്യ ചാനലാണ്. നമസ്തേ. सम्प्रति जनं संस्कृतवार्ताः श्रूयन्तां प्रवाचकः मोहनलाल. मलयाळभाषायाः दृश्यमाध्यमरङ्गे नव्यानुभवरूपेण परिणीयमाने जनं TV माध्यमे देवभाषायां संस्कृते प्रतिदिनं वार्ताः, विश्वस्य अतिनूतनवार्ताः, घटनाविकासां च अतिपुरातनभाषया संस्कृतेन जनं TV द्वारा सम्प्रति भवन्तः अपि സായം 5 ദൃഷ്ടിമർഹന്തി. ഇത് വാർത്ത. ഭാരതത്തിന്റെ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന ഭാഷ എന്ന നിലയിൽ ഈ ദേവഭാഷയുടെ പ്രചാരണാർത്ഥമുള്ള പ്രവർത്തനങ്ങൾ ജന TV ഇന്നും തുടരുകയാണ്. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ത്രിഭാഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടെ സംസ്കൃതം കൂടുതൽ ജനകീയമായി. ഭാരതത്തിന്റെ അഭിമാന ഭാഷയായ സംസ്കൃതത്തെ മൃതഭാഷയെന്നും കഠിന ഭാഷയെന്നുമൊക്കെ പറയുമെങ്കിലും ലോകത്ത് ആകമാനമുള്ള ഭാഷാസ്നേഹികളുടെ മനസ്സിൽ അമൃതഭാഷയായി നിലകൊള്ളുകയാണ് ഈ വേദഭാഷ. ന്യൂസ് ഡെസ്ക്, ജനം.